ഈ വർഷത്തെ SSLC പബ്ലിക് പരീക്ഷയിൽ റൈറ്റപ്പിൽ നിന്ന് 7 മാർക്കിനോ 8 മാർക്കിനോ എന്തായാലും ഒരു ചോദ്യം വരുന്നതായിരിക്കും. ആ 7 8 മാർക്കും ഫുള്ളായിട്ട് നേടാൻ, 1 മാർക്ക് പോലും അല്ല 1/2 മാർക്ക് പോലും നഷ്ടപ്പെടാതെ ഫുള്ളായിട്ട് നേടാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ ഈ വീഡിയോ അവസാനം വരെയും കാണാം. നമുക്ക് റൈറ്റപ്പ് 100% ക്ലാരിറ്റിയോടെ പഠിച്ചെടുക്കാം, കൃത്യമായിട്ട് എഴുതാൻ പഠിക്കാം. ഓക്കെ, പല എക്സാമ്പിൾസും ഞാൻ തരുന്നതായിരിക്കും. ജസ്റ്റ് റൈറ്റപ്പ് ഇങ്ങനെ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു വിടില്ല. എന്തൊക്കെ റൈറ്റപ്പിന്റെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിന്റെ ഒക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മറക്കരുത് മക്കളെ, എല്ലാ ദിവസവും വൈകുന്നേരം 7:30 ആയിരിക്കും നമ്മുടെ ലൈവ് ക്ലാസ്സിൽ എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം. കാരണം ലൈവ് ക്ലാസ്സിലായിരിക്കും കൂടുതൽ കാര്യങ്ങളും ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നത്. സോ ലൈവ് ക്ലാസ്സിൽ തീർച്ചയായും വന്നിരിക്കുക. ഓൾസോ നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷൻ, ഈ ചാനലിന്റെ പ്ലേലിസ്റ്റ് സെക്ഷൻ ചെക്ക് ചെയ്താൽ അതിൽ ഇംഗ്ലീഷിന്റെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിൽ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് എല്ലാ വീഡിയോസും, ഗ്രാമറിന്റെയും ഡിസ്കോഴ്സിന്റെയും പോയമിന്റെയും എല്ലാ വീഡിയോസും അതിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ചെക്കൗട്ട് ചെയ്തില്ല, ഇതുവരെയായിട്ട് ചെക്കൗട്ട് ചെയ്തില്ല, ഇപ്പൊ തന്നെ ചെക്കൗട്ട് ചെയ്യുക. ഓൾസോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അറിയാലോ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. എന്താണ് ഈ റൈറ്റപ്പ്? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എസ്സേ പോലെയാണ്. പക്ഷെ പരീക്ഷയിൽ നിങ്ങൾക്ക് റാൻഡം ആയിട്ട് ഏതെങ്കിലും ടോപ്പിക് ആണ് എസ്സേ എഴുതാനല്ല പറയാം. ഫോർ എക്സാമ്പിൾ ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി എസ്സേ എഴുതാനൊന്നും പരീക്ഷയിൽ പറയില്ല. റൈറ്റപ്പ് ചോദിക്കുക എന്തെങ്കിലും ചാപ്റ്ററിന്റെ ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ചോദ്യമാവാം റൈറ്റപ്പിന്റെ. പ്രിപ്പയർ എ റൈറ്റപ്പ് ഓൺ ഹൗ far the title is appropriate to the story best investment I ever made. Best investment I ever made എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ടൈറ്റിൽ ഇതാണല്ലോ, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് I ever made. ഇത് എത്രത്തോളം ഉചിതമായ ഒരു ടൈറ്റിൽ ആണെന്ന് എന്നതിനെ പറ്റിയിട്ട് നിങ്ങളൊരു റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് എസ്സേ എഴുതണം, എത്രത്തോളം ഉചിതമാണെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അവരുദ്ദേശിക്കുന്ന നല്ല ഉചിതമാണ് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എഴുതേണ്ടത്. സോ അങ്ങനെ തന്നെ എഴുതി വെക്കുക, അല്ലാണ്ട് പോരാ ടൈറ്റിൽ പോരാ, കുറച്ചും കൂടി നല്ല ടൈറ്റിൽ എൻ്റെ അടുത്തുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ എഴുതാതിരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യം വരാം. അപ്പോൾ ബേസിക്കലി എസ്സേ പോലെ തന്നെയാണ്, പക്ഷേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും ഇത് ചോദിക്കാം, അല്ലാണ്ട് റാൻഡം ടോപ്പിക് ബേസ്ഡ് ആയിട്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് in life is not money but values. Prepare a write-up substantiating this view with the help of the story The Best Investment I Ever Made by AJ Cronin. അപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ട് നിങ്ങളോട് റൈറ്റപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റൈറ്റപ്പ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? മക്കളെ, നരേറ്റീവും റൈറ്റപ്പും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, നരേറ്റീവിൽ നിങ്ങളൊരു കഥ നരേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പം ഈ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് I Ever Madeലെ അതിൻ്റെ ഒരു നരേറ്റീവ് എഴുതാൻ പറഞ്ഞു. ആ ചാപ്റ്ററിലെ ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് എന്താണ് സൂയിസൈഡ് അറ്റംപ്റ്റും പിന്നെ ആ ഷിപ്പിൽ ഇവർ തമ്മിലുള്ള എൻകൗണ്ടറിനെ പറ്റി നരേറ്റീവ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ആ കഥ അതേപോലെ എഴുതി വെക്കുക. എന്താണ് നമ്മുടെ AJ ക്രോണിൻ്റെ ഒരു ദിവസം ഇങ്ങനെ ഷിപ്പിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ചെക്കനെ കണ്ടു. അപ്പോൾ ചെക്കൻ ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. ഫ്ലാഷ് ബാക്കിൽ ആ ചെക്കൻ സൂയിസൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തപ്പോൾ AJ ക്രോണിനായിരുന്നു അദ്ദേഹത്തിനെ രക്ഷിച്ച് പിന്നെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോൾ അദ്ദേഹം വലിയ സക്സസ്ഫുൾ ആയുള്ള ഒരു സോഷ്യൽ വർക്കർ ആണെന്ന് പറഞ്ഞ് ഉള്ള കഥ നിങ്ങൾ നരേറ്റ് ചെയ്യുന്നു. ഒരാൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന പോലെ കഥ പറയുന്നു. റൈറ്റപ്പിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, റൈറ്റപ്പിൽ എന്താണ് കുറച്ചും കൂടി നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടേതായ ഒപ്പീനിയൻ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും. നരേറ്റീവിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയാൻ സാധിക്കില്ല. നിങ്ങൾ കഥ മാത്രം പറയും, എന്തായിരുന്നോ കഥ ആ കഥ അതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. റൈറ്റപ്പിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ ഇത് മാത്രമേ അത് തമ്മിലുള്ള വ്യത്യാസമുള്ളൂ ആക്ച്വലി. പിന്നെ റൈറ്റപ്പിൽ എന്ത് ചെയ്യണം, ഫോർമാറ്റ് വൈസ് ആണെങ്കിൽ റൈറ്റപ്പിൽ നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക. ഓക്കെ, ഒരു ടൈറ്റിൽ കൊടുക്കുക. ഇനി അത് ആക്ച്വലി ടൈറ്റിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കുറേ പേർക്ക് എന്താണ് സംശയമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണമെന്നുള്ളൂ. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർ പറഞ്ഞു ടൈറ്റിൽ കൊടുത്തിട്ടാണ് റൈറ്റപ്പ് എഴുതുന്നത്. ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് വേണം റൈറ്റപ്പ് ഇങ്ങനെ എഴുതി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടൈറ്റിൽ കൊടുത്ത് റൈറ്റപ്പ് എഴുതുക. നിങ്ങളുടെ സ്കൂൾ ടീച്ചർ പറഞ്ഞു വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഓക്കെ, ആക്ച്വലി അത് നിങ്ങൾ ടൈറ്റിൽ എഴുതിയാലും എഴുതിയില്ലെങ്കിലും നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതിലല്ല വിഷയം. ഓക്കെ, അപ്പോൾ സ്കൂൾ ടീച്ചർ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നിങ്ങളുടെ പരീക്ഷയിൽ നിങ്ങൾ ചെയ്യാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ആ ഒരു കൺഫ്യൂഷനിൽ തീരുമാനമായല്ലോ. ശരി, ഇനി അത് നിങ്ങൾക്ക് അറിയില്ലേ, നിങ്ങളുടെ ഏതെങ്കിലും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവില്ല, അവരോട് ചോദിച്ചാൽ മതി നമ്മുടെ ടീച്ചർ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ. ഓക്കെ, റെഡി ആണല്ലോ? എന്നിട്ട് എഴുതി പോവാം. ഈ എഴുതി പോകുമ്പോൾ എങ്ങനെയാണ് എഴുതി പോകേണ്ടത് എന്നുള്ള കാര്യത്തിനാണ് ഇനി നമുക്കൊരു ഐഡിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, കുറേ ഇങ്ങനെ തിയറി പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നമുക്ക് ഓരോരോ ചോദ്യങ്ങളിലും കൂടെ പെട്ടെന്ന് കടന്നു പോകാം. പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. സോ ശ്രദ്ധിച്ച് കേൾക്കുക. Prepare a write-up on how far the title is appropriate to the story Best Investment I Ever Made. അപ്പം ഇതോ എന്തായാലും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് I Ever Made എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ കഥ എഴുതി വെക്കാനല്ല ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഈ ടൈറ്റിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് I Ever Made എന്ന് പറഞ്ഞ ടൈറ്റിൽ എത്രത്തോളം ഈ കഥയ്ക്ക് ഉചിതമാണ് എന്നതിനെ പറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി നിങ്ങൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുക്കുക. ഇത് ഭയങ്കര സൂട്ടബിൾ ആണ് എന്നുള്ള കാണിക്കാൻ ടൈറ്റിൽ കൊടുക്കുക. ഇപ്പോൾ തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ റൈറ്റപ്പ് വന്നാൽ നിങ്ങൾ എന്ത് ടൈറ്റിൽ കൊടുക്കുന്നത് കമന്റ് ചെയ്യുക. നിങ്ങൾ എല്ലാവരും തന്നെ കമന്റ് ചെയ്യണം. കമന്റ് ചെയ്താലുള്ള ഗുണം നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾക്ക് ബാക്കിയുള്ളവരുടെ കമന്റ്സ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസ് കിട്ടും. ചിലപ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ച ഐഡിയ നിങ്ങൾ അടിപൊളി ഐഡിയ ആയിരിക്കും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ കമന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാൻ പരീക്ഷയിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യണം. ഓക്കെ, റെഡി?
എന്നിട്ട് ഒരു സാമ്പിൾ നമുക്ക് റൈറ്റപ്പ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെയാണ് വരേണ്ടത്. The best investment I ever made is spent by the much celebrated Scottish writer A.J. Cronin. അപ്പോൾ റൈറ്റപ്പ് വരുമ്പോൾ എന്താണ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ കഥയിൽ ആരാണ് എഴുതിയത്, എന്താണ് കഥയിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറയാം. Cronin shares one of his personal experiences with the readers through the story. അപ്പോൾ ആ കഥയെ പറ്റിയിട്ടും കഥയുടെ ഓർഡറിനെ പറ്റിയിട്ടും ആ കഥയിൽ എന്താണ് എന്നുള്ള കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. അപ്പം നാരേറ്റീവിൽ ഇത് പറയാൻ പാടില്ല. നാരേറ്റീവിൽ നിങ്ങൾ കഥ വെച്ച് തുടങ്ങാൻ പാടുള്ളൂ. അല്ലാണ്ട് ഇന്ന ഓർഡർ എഴുതിയതാണ്, അതിൽ ഇന്ന കാര്യങ്ങളാണ്, വേണ്ട. നിങ്ങൾ നേരെ തുടങ്ങാം, കഥയും കൂടെ തുടങ്ങാം. The title of the story is the best investment I ever made. Okay. Usually we associate. ഇനി നിങ്ങൾ എന്താണ് കഥ പറയാൻ ചാടിക്കയറി കഥ പറയാൻ തുടങ്ങരുത്. ഈ ടൈറ്റിൽ എത്രത്തോളം ഉചിതമാണ് എന്ന് നിങ്ങളോട് എഴുതാനല്ലേ പറഞ്ഞു, അതിനെപ്പറ്റി എഴുതാനല്ലേ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിനെപ്പറ്റി എഴുതാൻ നോക്ക്. യൂഷ്വലി വി അസോസിയേറ്റ് മെറ്റീരിയൽ ഗെയിൻ വിത്ത് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ സാധാരണ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽ ഗെയിൻ, അല്ലെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെ പൈസ തിരിച്ച് കിട്ടുന്നതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് വിളിക്കുക. ശരിയല്ലേ? നമ്മൾ 500 രൂപ ഇട്ടു, 1000 രൂപ തിരിച്ച് എനിക്ക് കിട്ടി, അതിനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുക. Obviously, an underlying hope of profit lingers with the term investment, and it may mean different things to different people. അപ്പോൾ എപ്പോഴും നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രോഫിറ്റ് വേണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ കണക്കാക്കുന്നത്. But the story by Cronin has a differently conceived meaning because it wasn't anything related with money or profit. അപ്പോൾ ഇത്രയും കട്ടി ലാംഗ്വേജ് ഉപയോഗിക്കണമെന്ന് ആവശ്യമില്ല. നിങ്ങൾ ഐഡിയ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ. അതിൻ്റെ അത് ഭയങ്കര ഇംഗ്ലീഷ് എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ മാർക്ക് കിട്ടാനൊന്നും പോകുന്നില്ല. സിമ്പിളായിട്ട് ഐഡിയ വരാം. ഇത് പറയുന്നത് എന്താണ്, ഈ A.J. Croninന്റെ ഈ കഥയിൽ എന്താണ് ഇൻവെസ്റ്റ്മെന്റിന് വേറൊരു അർത്ഥമാണ്. പൈസയോ അല്ലെ പ്രോഫിറ്റോ എന്നുള്ള രീതിയിലല്ല ഇൻവെസ്റ്റ്മെന്റ് കാണുന്നത്, വേറൊരു അർത്ഥമാണ്. ദ ഓതേഴ്സ് പേഴ്സണൽ ഇന്റഗ്രിറ്റി ആൻഡ് ദ വാല്യൂസ് ഹി ഹാഡ് ഇംബൈബ്ഡ് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ഹിസ് ലൈഫ് മേഡ് ഹിം വാട്ട് ഹി വാസ്. അപ്പം ഇതിൽ എന്താണ് ഈ ഓതർ എന്താണ് ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അദ്ദേഹത്തിന് കിട്ടിയ വാല്യൂസും പിന്നീട് ഇദ്ദേഹം അന്ന് ചെറിയ ചെക്കനെ സൂയിസൈഡ് ചെയ്യാൻ പോയി ചെക്കനെ ഹെൽപ്പ് ചെയ്ത സമയത്ത് ആ ഹെൽപ്പ് ചെയ്ത് അവന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്ത് അവൻ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിനോട് വീണ്ടും എന്താണ് പറയാണ്, എൻ്റെ ലൈഫ് ഇത്രയും വലിയ സംഭവം, എനിക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഈ A.J. Cronin അത് കേട്ടപ്പോൾ ഉണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനും ആ ഒരു ഫീലിംഗ് ആണ് ഇദ്ദേഹം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട്, അല്ലെങ്കിൽ അതാണ് അദ്ദേഹം പ്രോഫിറ്റ് ആയിട്ട്, ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോഫിറ്റ് ആയിട്ട് കരുതുന്നത്, അല്ലാണ്ട് പൈസ കിട്ടുന്നതല്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും മാത്രം എഴുതി വെച്ചാൽ നിങ്ങൾക്ക് റൈറ്റപ്പിന് 8 മാർക്കിൽ 8 മാർക്കൊന്നും കിട്ടില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ കഥ ആക്ച്വലി അറിയാമെന്നും എന്നിട്ട് ആ കഥയൊന്ന് നരേറ്റ് ചെയ്ത് കൊടുത്ത് കഥയൊക്കെ പറഞ്ഞ് ആ കഥയിൽ കൂടെ നിങ്ങൾ ഒന്നും കൂടി എന്ത് ചെയ്യണം, ആ ലോജിക്കിനെ നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന ഈ ടൈറ്റിൽ വളരെ ഉചിതമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ കഥ ഒന്നും കൂടി പറഞ്ഞ് ആ കഥയെ പറഞ്ഞ് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടൈറ്റിൽ ഉചിതമാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പൊ നിങ്ങൾ കഥ പറയാനും. അപ്പൊ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കാം. ഇവിടെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നാരേറ്റീവിൽ പറയുന്ന പോലെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാക്കി കഥ പറയണ്ട. നിങ്ങൾക്ക് പ്രൂവ് ചെയ്യേണ്ട പോയിന്റ് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ചാപ്റ്ററിലെ ഭാഗങ്ങൾ മാത്രം എടുത്ത് പറയാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കണം, വീഡിയോ വായിച്ചു നോക്കണം. ഞാൻ വെറുതെ പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നതല്ല, വീഡിയോ പോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF താഴെ കൊടുത്തിട്ടുണ്ട്, അതിന് ഡൗൺലോഡ് ചെയ്യാം. PDF ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ചു നോക്കുക. എന്നാലും അപ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കഥ പറയുന്നു. എന്നിട്ട് കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടൈറ്റിൽ എന്താണ് ഉചിതമാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കണം. അപ്പോൾ അതാണ് അവസാനത്തെ കൺക്ലൂഷൻ പാരഗ്രാഫിൽ ഉണ്ടാവേണ്ടത്. ഓക്കെ. ദി ഓതർ വാസ് ഹാപ്പി ബിയോണ്ട് വേർഡ്സ്. അപ്പോൾ ഈ ചെക്കൻ വന്നിട്ട് തിരിച്ചെന്താണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ, കഥയൊക്കെ പറഞ്ഞപ്പോൾ ദി ഓതർ, അതായത് നമ്മുടെ A.J. Cronin വാസ് ഹാപ്പി ബിയോണ്ട് വേർഡ്സ് because this was an investment that he could never have won even if he had put lakhs of money into share markets. ഇതൊന്നും ചാപ്റ്ററിൽ പറയുന്ന കാര്യമല്ല, പക്ഷെ നമ്മൾ പറയുന്നതാണ്. കുറേ ലക്ഷങ്ങളോളം പൈസ ഷെയർ മാർക്കറ്റിലോ അല്ലെ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ ഇതുപോലത്തെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ ഇതുപോലത്തെ ഒരു ഒരു ഫീലിംഗ് അല്ലെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഓതറിന് കിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പറയാം ദ ടൈറ്റിൽ ഇസ് ടു ആപ്റ്റ്, അതായത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ടൈറ്റിൽ വളരെ ഉചിതമാണെന്നുള്ള കാര്യം പറയും. അപ്പൊ ആ കൺക്ലൂഷൻ വേണം, വെറുതെ കഥ പറഞ്ഞിട്ട് എൻഡ് ചെയ്താൽ പോരാ. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടോ, ഒരു റൈറ്റപ്പ് തുടങ്ങുമ്പോൾ, ഒരു ടോപ്പിക്കിനെ പറ്റി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ടോപ്പിക്കിനെ പറ്റി പറയണം. തീർച്ചയായിട്ടും ചാപ്റ്ററിനെ പറ്റി പറയാം, ചാപ്റ്ററിൽ എന്തൊക്കെയാണുള്ള കാര്യങ്ങളെ പറ്റി പറയാം, വളരെ ബ്രീഫായിട്ട് പറയാം. പിന്നെ നിങ്ങൾ ടോപ്പിക്ക് തന്നതിനെ പറ്റി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ എഴുതുക. പിന്നെ ഒബ്വിയസ്ലി കഥ കൊണ്ടുവരിക, സ്റ്റോറി കൊണ്ടുവരിക. അവസാനം നിങ്ങളുടെ കൺക്ലൂഷനിൽ നിങ്ങൾ പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിച്ച പോയിന്റ് ആ കഥേന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പ്രൂവ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇതാണ് അതിന്റെ ഫോർമാറ്റ്. പിന്നെ ഈ ഫോർമാറ്റ് തന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒബ്വിയസ്ലി നിങ്ങൾ ആ സ്റ്റോറീനെ പറ്റിയിട്ട് ഓതറും ആ ചാപ്റ്ററിനെ പറ്റിയിട്ട് സംസാരിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണ് ടോപ്പിക്ക് നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനെപ്പറ്റി കുറച്ച് നിങ്ങൾ അതിനെപ്പറ്റി എഴുതുക. പിന്നെ സ്റ്റോറി നിങ്ങൾ നരേറ്റ് ചെയ്ത് സ്റ്റോറിയിൽ കൂടെ നിങ്ങൾ കൺക്ലൂഡ് ചെയ്യണം നിങ്ങളുടെ ടോപ്പിക് അല്ലെ നിങ്ങളുടെ
പോയിന്റ്. ഓക്കെ, നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടേക്ക് എത്തിക്കണം. ക്ലിയർ ആണല്ലോ മക്കൾ? അപ്പോൾ ഇതാണ് അതിന്റെ ബേസിക് സ്ട്രക്ചർ. ഇനി ജസ്റ്റ് ഒരു റൈറ്റപ്പിന്റെ ഫോർമാറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പരീക്ഷ പോയി തകർക്കാൻ പറ്റില്ല. റൈറ്റപ്പ് ഓരോ ടോപ്പിക്കിനെ പറ്റി ആയിരിക്കും വരിക. അപ്പോൾ ഓരോ ടോപ്പിക് വന്നു കഴിഞ്ഞാൽ അത് ഏറ്റവും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്കുകൾ ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇനി യു ഷുഡ് ഗോ ത്രൂ ഓൾ ഓഫ് ദ, അതിൽ വേറെ എക്സെപ്ഷൻ ഇല്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതൊക്കെ വായിച്ച ഇപ്പോൾ അടുത്തതും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയി എവർ മെയ്ഡ് ടോപ്പിക്കിന്റെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ മോഡൽ 2023 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇതേപോലെ വന്നില്ലെങ്കിലും നിങ്ങൾ ഇതിന്റെ ആൻസർ വായിച്ചിട്ടുള്ള പോയിന്റ്സ് ഉപയോഗിച്ച് വേറെ റൈറ്റപ്പ് എഴുതാൻ പറ്റും ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഐഡിയ. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട്. ദ ബോയ് ഇൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ observes everything in nature with great interest. Prepare a write-up detailing his experiences as described in the story. ഇതിൽ വലിയ പോയിന്റ് പ്രൂവ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഡീറ്റെയിലിംഗ് ഇസ് എക്സ്പീരിയൻസ്. ചെക്കൻ്റെ എക്സ്പീരിയൻസ് എന്താണ് പറ്റി നിങ്ങൾ പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. ഇൻ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ദ യങ് ബോയ് ഹു ഇസ് വിസിറ്റിംഗ്. നിങ്ങൾക്ക് അതിനെ ഓതറിനെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ പറയാം. ഒബ്വിയസ്ലി മക്കളെ ഇതിപ്പം ഒരു സാമ്പിൾ ആണെന്നേ ഉള്ളൂ, അല്ലാണ്ട് ഇതുപോലെ തന്നെ എഴുതണം എന്ന് നല്ല അർത്ഥം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിലൊക്കെ ചെയ്യാം. ഒബ്വിയസ്ലി ഹൗസ് ഡിസ്പ്ലേസ് ആൻ ഇൻസേഷ്യബിൾ ക്യൂരിയോസിറ്റി. ഇൻസേഷ്യബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അടക്കാൻ പറ്റാത്ത ക്യൂരിയോസിറ്റി ഫോർ ദ നാച്ചുറൽ വേൾഡ് അറൌണ്ട്. ദ ബാനിയൻ ട്രീ സെർവ്സ് ആസ് എ ഫോക്കൽ പോയിന്റ് ഫോർ ഹിസ് ഒബ്സർവേഷൻസ് ആൻഡ് ദ ട്രീ ആൻഡ് ഹിസ് ഇൻഹാബിറ്റൻസ് became എന്ന് എഴുതാം the boy's source of wonder and excitement. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നു. ആ ചെക്കൻ എന്താണ് അവിടെ ചെയ്തത്. ബേസിക്കലി നേച്ചറുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായിരുന്നു. ആ ബാനിയൻ ട്രീ ആയിരുന്നു ചെക്കൻ്റെ മെയിൻ സ്പോട്ട്. അവിടുത്തെ ക്രീച്ചേഴ്സും സ്ക്വിരിൽസ് ഒക്കെ നിങ്ങൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ഇൻഹാബിറ്റൻസ് ഒന്നും പറയേണ്ട ആവശ്യമില്ല. അവിടുത്തെ സ്ക്വിരിൽസും അവിടുത്തെ ആനിമൽസ് ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ആ ചെക്കൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന കാര്യങ്ങളൊക്കെ പറയാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ബേസിക്കലി നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുത്തു. ആ ചാപ്റ്ററെ പറ്റിയുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുത്തു. ഓൾസോ നിങ്ങൾ ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ ഇവിടെ തീർത്തു. ശരിക്കും പറഞ്ഞാൽ ടോപ്പിക് എന്തായിരുന്നു, ചെക്കൻ്റെ ലവ് ഫോർ നേച്ചർ, അല്ലെ നേച്ചറിനോടുള്ള ഒരു പ്രത്യേക ഇൻട്രസ്റ്റിനെ പറ്റി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, എക്സ്പീരിയൻസിനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ നിങ്ങൾ കഥ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റോറി ബിഗിൻസ് ദ ബോയ് ഇസ് ഇൻട്രൊഡ്യൂസ് ടു ദി ബാനിയൻ ട്രീ. സ്ക്വിരലിനെ പറ്റി പറയുന്നു. അപ്പോൾ സ്ക്വിരലിനെ പറ്റി കഥ നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ എന്താണ് അങ്ങനെ പോയി പിന്നെ എന്താണ് അവർ മോങ്കൂസും കോബ്രയും തമ്മിലുള്ള അടി ഉണ്ടായി, അതിനെപ്പറ്റി പറയുന്നു. അതിൽ മൈനയും ക്രോയൊക്കെ ഇൻവോൾവ് ചെയ്തതിന്റെ കാര്യത്തിനെ പറ്റിയൊക്കെ നിങ്ങൾ പറയുന്നു. ലേറ്റർ എന്താണ് കഥ കാക്കയുടെ മൈനേന്റെ കാര്യമൊക്കെ പറയുന്നു. ബോയ് ഹാസ് എ ചാൻസ് ടു എൻകൗണ്ടർ വിത്ത് ഹാസ് എ ചാൻസ് എൻകൗണ്ടർ വിത്ത് എ പെയർ ഓഫ് വൈറ്റ് സ്ക്വിരൽസ്. ആ വൈറ്റ് സ്ക്വിരലും കാര്യം പറയുന്നു. അപ്പോൾ അപ്പൂപ്പൻ കയറി എന്ന് പറയുന്നു. ഇത് നമ്മുടെ വീട്ടിലുള്ള വെള്ള എലിയുടെ മക്കളായിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ പറഞ്ഞ് ബേസിക്കലി ആ ചെക്കൻ്റെ എക്സ്പീരിയൻസിന് വേണ്ടി പറയാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ്പീരിയൻസ് സീക്വൻഷ്യൽ ആയിട്ട് പറയണം. അപ്പൊ അതിനൊരു സീക്വൻസ് ഉണ്ടാണ്. ചാടിക്കയറി ആദ്യം തന്നെ എന്താണ് അവസാനം നടന്ന വൈറ്റ് സ്ക്വിരലിനെ പറ്റിയിട്ടും അപ്പൂപ്പൻ പറഞ്ഞതിനെ പറ്റിയും ആദ്യം പറയരുത്. അതിന്റെ സീക്വൻസിൽ തന്നെ പറയണം. ഗ്രേ സ്ക്വിരലിന്റെ കാര്യങ്ങളൊക്കെ പറയാം, അതിനെ ഇവിടെ എങ്ങനെ ഇണങ്ങി എന്നുള്ള കാര്യം പറയാം, പിന്നെ എന്താണ് ആ മോങ്കൂസിന്റെ അടി കാര്യങ്ങളൊക്കെ പറയാം, പിന്നെ അവസാനം നിങ്ങൾ മറ്റെടുത്ത് കൊണ്ടെത്തിക്കുക, വൈറ്റ് സ്ക്വിരലിന്റെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുക. അപ്പൊ ആ ഒരു സീക്വൻസിൽ ഫോളോ ചെയ്യുക. എന്നിട്ട് അവസാനം നമ്മുടെ കൺക്ലൂഷൻ പാരഗ്രാഫ്. അപ്പൊ സ്റ്റോറി നമ്മൾ നരേറ്റ് ചെയ്തു, കൺക്ലൂഷൻ പാരഗ്രാഫ് ഇവിടെയാണ് കൺക്ലൂഷൻ വരുന്നത്. കാണുന്നുണ്ടോ? ഇതാണ് കൺക്ലൂഷൻ. അപ്പൊ കൺക്ലൂഷൻ എങ്ങനെയായിരിക്കും നമ്മൾ വായിച്ചു നോക്കാം. ഓക്കെ, ത്രൂ ഔട്ട് ഹിസ് അഡ്വഞ്ചേഴ്സ് അറൌണ്ട് ദി ബാനിയൻ ട്രീ ദി ബോയ് ഡിസ്പ്ലേസ് ആൻ അൺബ്രിഡിൽഡ് ക്യൂരിയോസിറ്റി. ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട് അല്ലേ? ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ടോ? ആ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട്. ഇൻസേഷ്യബിൾ ഒരു അൺബ്രിഡിൽഡ് ക്യൂരിയോസിറ്റി ആൻഡ് എൻതൂസിയാസം ഫോർ ദി വേൾഡ് അറൌണ്ട് ഹിം. ഹി ഈസ് ട്രാൻസ്ഫിക്സ്ഡ് ബൈ ദ, ഇങ്ങനെയൊന്നും വേണ്ട, സിമ്പിൾ മതി, by the natural beauty and wonder that surrounds him, and is left with a deeper appreciation for the intricacies of the natural world. ബേസിക്കലി എന്താണ് ആ പോയിന്റ് പ്രൂവ് ചെയ്യും. എന്തായിരുന്നു പോയിന്റ്? ചെക്കൻ നേച്ചറിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ പോയിന്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞ. കാരണം എന്താണ് കണ്ട, ഇത് മൊത്തം പറയുന്നത് എന്താണ്, ചെക്കൻ എത്രത്തോളം നേച്ചറുമായിട്ടുള്ള ഇടപഴകുന്ന രീതികളും ആ ആനിമൽസ് ആയിട്ടൊക്കെ നമ്മളെ പോലെയല്ല. നമ്മളാണ് ഇങ്ങനെ ആയിരിക്കില്ല. ചെക്കൻ എന്താണ്, നമ്മളാണെങ്കിലും മൊങ്കൂസ് അടി നമ്മളെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ചെക്കൻ അല്ലാതെ ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് അതിനെ പറ്റിയിട്ടൊക്കെ ആലോചിച്ച് പിന്നെന്താണ് മറ്റേ വൈറ്റ് സ്ക്വിരലിനൊക്കെ തേടിപ്പോയി ആ കണ്ടുപിടിച്ച്, മനസ്സിലായില്ല? അപ്പൊ അതൊക്കെ നിങ്ങൾ എഴുതി കാണിച്ചു കൊടുത്തു, അതൊക്കെ പറഞ്ഞിട്ട് അവസാനം നിങ്ങൾ കൺക്ലൂഡ് ചെയ്യും. അപ്പൊ ഇതായിരിക്കണം ഒരു റൈറ്റപ്പിന്റെ ബേസിക് ഫോർമാറ്റ്. അപ്പൊ ഇതുപോലെ പല ചോദ്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പരീക്ഷയിൽ വരാൻ വളരെയധികം സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഒരു പക്ഷേ ഇതേപോലെ തന്നെ പരീക്ഷ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ചൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടും പരീക്ഷ ചോദിക്കാം. ഫോർ എക്സാമ്പിൾ, സ്റ്റോറി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് റിവീൽസ് ഹൗ എ സിംഗിൾ ആക്ട് ഓഫ് കൈൻഡ്നെസ് ക്രിയേറ്റ്സ് വണ്ടർ ഇൻ എ പേഴ്സൺസ് ലൈഫ്. പ്രിപ്പയർ എ റൈറ്റർ ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ടൈറ്റിൽ എത്രത്തോളം ഉചിതമാണെന്നുള്ളതിന്റെ വേറൊരു വകഭേദമാണ്. അല്ലാണ്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് കാര്യമൊന്നുമല്ല. അതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് ആ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം മാറ്റിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഇതാണ് റൈറ്റപ്പിന്റെ ഗുണം. അപ്പൊ റൈറ്റപ്പ് നിങ്ങൾ ഇപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് വായിച്ച് പഠിക്കണം, ബൈഹാർട്ട് പഠിക്കുകയല്ല. ഇതിൽ എന്തൊക്കെ പോയിന്റ്സ് ആണ് പറയുന്നത്, എങ്ങനെയാണ് ഇതിന്റെ ആൻസർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണം.
ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യം, മനസ്സിലാക്കണം. മനസ്സിലാക്കിയുള്ള ഗുണം എന്താണ്? നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിൽ കിടക്കും. എന്നിട്ട് പരീക്ഷ ഹാളിൽ പോകുമ്പോൾ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ പോയിന്റ് ആയിട്ട് വീണ്ടും ഉണ്ടാക്കണം. ഇതതിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി പോയിന്റ്സ് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒന്ന് നിങ്ങളുടെ രീതിയിൽ ആ ചോദ്യത്തിനനുസരിച്ച് ഒന്ന് മാറ്റിയാൽ മതി. പല ചോദ്യങ്ങളും പരീക്ഷയിൽ ഓൾറെഡി വന്നത് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഇതേപോലെ തന്നെ പരീക്ഷയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ സത്യജിത് റേ ചാപ്റ്റർ അല്ലെ, പ്രൊജക്ട് ടൈഗർ എന്നുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്, അതിന് ആൻസറും കൊടുത്തിട്ടുണ്ട്. അടുത്തെന്താണ്, ഇത് എവിടുന്ന വന്നിട്ട് അഡ്വഞ്ചേഴ്സിന്റെ ബാനിൻ ട്രീന്റെ വേറൊരു ചോദ്യം, അതിന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി ഇമ്പോർട്ടന്റ് ആയിട്ട് റൈറ്റപ്പിന് അതിന്റെ ചോദ്യവും അതിന്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചിലത് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വാങ്കയുടെ സ്റ്റോറിന്റെയും പിന്നെ സത്യജിത് റേയുടെ വേറൊരിതും പിന്നെ വേറൊരെണ്ണം കൂടി തന്നിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാങ്കയുടെ കൂടി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ റൈറ്റപ്പ് എങ്ങനെ വന്നാലും എന്ത് രീതി വന്നാലും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. എല്ലാവർക്കും റൈറ്റപ്പ് എഴുതാൻ പറ്റും. കഥ അറിയുന്ന എല്ലാവർക്കും റൈറ്റപ്പ് എഴുതാൻ പറ്റും. പക്ഷെ എത്രത്തോളം പരീക്ഷയിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമോ, ക്വസ്റ്റ്യൻ വരുന്നു, നിങ്ങളുടെ മനസ്സിൽ അപ്പ ഐഡിയാസ് വരുന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ, അത്രത്തോളം സമയം നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ, നിങ്ങൾ ലാഭിക്കും. അടുത്ത ചോദ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വേഗം കടന്നു പോയിട്ട് പരീക്ഷ ടൈം വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇത്. അപ്പോൾ എന്ത് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ലൈക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് വെക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ബൈ ബൈ, ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.